തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ നടപ്പിലാക്കാൻ ഇടതുപക്ഷ മുന്നണി സമ്മതിക്കുന്നുണ്ട്? അതിൻ്റെ വോട്ടർ പട്ടിക പരിഷ്കരിക്കാൻ പാടില്ല എന്ന നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല. വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത് സുതാര്യമായിരിക്കണം. ഇപ്പോഴുള്ള പരിഷ്കരണത്തിൽ പറയുന്ന കാര്യം 2002 അടിസ്ഥാന വർഷമായിട്ട് എടുക്കുക. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമല്ല. 2002 ശേഷം ഉള്ള ജനിച്ചവർ അവരുടെ രക്ഷിതാക്കളുടെ ബന്ധം അവരേത് വിഭാഗത്തിൽ പെടുന്നു എന്ന നിലപാട് വ്യക്തമാക്കുന്ന ഫോറങ്ങൾ പൂരിപ്പിച്ചു കൊടുക്കണം. യഥാർത്ഥത്തിൽ അതൊരു വോട്ടറുടെ അവകാശത്തെ ചോദ്യം ചെയ്യുന്നതാണ്. കേരളത്തിൽ ഇന്നിപ്പം ലഭ്യമായ വോട്ടർ പട്ടികയുണ്ട്. 2002 അടിസ്ഥാന വർഷമായിട്ട് എടുക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും കേരളത്തിന് യോജിക്കാൻ കഴിയുന്നതല്ല. അതാണ് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശം. അപ്പോൾ ഇത് യഥാർത്ഥ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിനും ചില വർഗീയ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് ഇതിൻ്റെ പിറകിലുള്ളത് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതൊഴിവാക്കി വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിന് നിലപാടുകൾ സ്വീകരിക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിർപ്പില്ല. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്നത്. വോട്ടർ പട്ടിക പരിഷ്കരണം എന്നത് സുതാര്യമായിരിക്കണം എന്ന് പറയാനുള്ള കാരണം അതാണ്. പക്ഷെ അന്ന് ഈ രാഷ്ട്രീയ സർവകക്ഷി യോഗം നടന്ന സമയത്ത് MP ജയരാജനടക്കം പറഞ്ഞത് 2 ആവശ്യങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ SIR മാറ്റിവെക്കണം. 2, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കണം. 2 ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് 2002 പട്ടിക വെച്ച് നടപ്പിലാക്കാൻ കഴിയും. കാരണം അതിനൊരു ന്യായം പറയുന്നത് 2002 കേരളത്തിൽ SIR നടപ്പിലാക്കിയത്. ആ പട്ടിക അടിസ്ഥാനപ്പെടുത്തിയേ പറ്റുകയുള്ളെന്ന് പറയുന്നത് ഒരാവശ്യത്തോട് അംഗീകരിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പക്ഷേ 2024 ലോക്സഭ പട്ടിക അടിസ്ഥാനമാക്കി ഈ SIR നടപ്പിലാക്കുന്നത് പ്രാവർത്തികമാകും. 2024 എന്ന് പറയുന്നത് കേരളത്തിലെ അവസാനത്തെ പട്ടികയാണ്. കേരളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. എല്ലാ പരിശോധനയും നടത്തുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം സജീവമായി ഈ വോട്ടർ പട്ടിക പുതുക്കുന്നതിൽ ഇടപെടാറുണ്ട്. അപ്പോൾ അതിൽ അനർഹരായവർ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനുള്ള സംവിധാനം ഇവിടെ തന്നെ ഉണ്ട്, നിലവിലുള്ള നിയമപ്രകാരം ഒഴിവാക്കുന്നതിനുള്ള സംവിധാനമുണ്ട്. അതെല്ലാം ഉപയോഗിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു രീതി സ്വീകരിക്കുന്നത് ശരിയല്ല. ഇതിൽ കേരളത്തിൻ്റെ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം ബീഹാർ തന്നെയാണ്. ആ ബീഹാറിൽ ഈ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ഒരു നിലപാടല്ല സ്വീകരിച്ചിരിക്കുന്നത്. യഥാർത്ഥ വോട്ടർമാരെ ഉൾക്കൊള്ളുന്ന നിലപാടല്ല സ്വീകരിച്ചിരിക്കുന്നത്. വേറെ താല്പര്യങ്ങൾ പ്രാവർത്തികമാക്കും. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, പൗരത്വ നിയമ ഭേദഗതിക്ക് ഇന്ത്യ ആകെ അതിനോട് യോജിക്കുന്നില്ലല്ലോ. ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ജനിച്ച ഏത് സമുദായം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക അല്ലെങ്കിൽ വോട്ടവകാശം നിശ്ചയിക്കുക, പൗരത്വം നിർണ്ണയിക്കുക എന്ന നിലപാട് ശരിയല്ലല്ലോ. ഇവിടെ ജനിച്ചു വളർന്നവരാണെങ്കിൽ അവർക്കിവിടെ പൗരത്വം കൊടുക്കണമല്ലോ. അത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ് എടുത്തിട്ടുള്ള നിലപാട് പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ നിയമം പ്രാവർത്തികമാക്കുന്നതിനുള്ള ഒരു വളഞ്ഞ വഴിയാണിത്. അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. ന്യായമായ രീതിയിലാണെങ്കിൽ ഒരു എതിർപ്പില്ല. അപ്പം വരട്ടെ, നമുക്ക് കാത്തിരുന്ന് കാണാമല്ലോ. ഇപ്പം യഥാർത്ഥത്തിൽ കേരളത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് ഈ സന്ദർഭത്തിൽ ഇവിടെ ഇത് ചെയ്യാൻ പാടില്ലല്ലോ. അത് മാറ്റിവെക്കണം എന്നുള്ളതല്ലേ നിലപാട്. ആ മാറ്റിവെക്കുന്ന നിലപാടിനോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോജിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴുള്ള നിലപാട്. ഇലക്ഷൻ കമ്മീഷന്റെ അക്കാര്യത്തിലുള്ള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ അക്കാര്യത്തിലുള്ള നിലപാടിനോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യോജിപ്പാണ്. അപ്പം അതാണ് ഈ പ്രശ്നത്തിൽ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതി അംഗീകരിച്ച 12 രേഖകളുണ്ട്. ആ രേഖകൾ ഹാജരാക്കിയ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം എന്നുള്ളതാണ്. അതിനോട് എങ്ങനെയാണ്? അല്ല, ആ രേഖകൾ വരുമ്പോൾ ഇതിന്റെ പുതുക്കുന്ന സമയത്തല്ലേ, അത് ആ സമയത്ത് വരട്ടെ, അന്നേരം നമുക്ക് ആലോചിക്കാം. അതിനകത്ത് എല്ലാ 12ഉം ഹാജരാക്കുന്നുള്ളതല്ലേ, അതിലേതെങ്കിലും ഒന്ന് ഹാജരാക്കുന്നുള്ളതാണല്ലോ. വോട്ടറാണ് എന്നുള്ള അവകാശം തെളിയിക്കുന്നതിന് ഇതിലുള്ള ഏതെങ്കിലും ഒരു രേഖ ഹാജരാക്കണം എന്നുള്ളതാണല്ലോ പറയുന്നത്.
അതിൽ 12 രേഖകൾ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ അത് തുടർന്നുള്ള നിലപാട് എന്താണെന്നുള്ളത് നോക്കട്ടെ. ഇലക്ഷൻ്റെ കമ്മീഷൻ്റെ തുടർന്നുള്ള നിലപാടെന്ത്? ഇപ്പോൾ ഈ ഉയർത്തിയിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുമോ? ഇപ്പം നിയമസഭ തന്നെ പ്രമേയം പാസ്സാക്കി കഴിഞ്ഞു. ആ നിലപാട് ഇലക്ഷൻ കമ്മീഷനും കേന്ദ്ര ഗവൺമെൻറ്റും സ്വീകരിക്കുകയാണെങ്കിൽ തുടർന്ന് അവർ സ്വീകരിക്കുന്ന നിലപാടെന്താണെന്ന് നോക്കി നമുക്ക് വ്യക്തത വരുത്താൻ കഴിയും. ഞങ്ങളുടെ നിലപാടും അത് സംബന്ധിച്ച് ആ ഘട്ടത്തിൽ വ്യക്തത വരുത്തി തന്നെ ഞങ്ങൾ നിലപാട് പറയും. ഇപ്പോൾ വന്നു ചേർന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു സമീപനമാണ് ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്.